നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തതാണ് ചാണകവെള്ളം തളിക്കൽ സമരത്തിന് പിന്നിലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പരിപാടി നടന്ന വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ നടത്തിയ നീക്കം വരേണ്യ മനോഭാവത്തിന്റെ ഭാഗമാണെന്നും കെ. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. അദ്ദേഹം ഒരു പ്രതിഷേധ സമരത്തിനല്ല ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ നാട്ടിലെ സഹോദരിമാരെ കാണാനാണ് വന്നിരിക്കുന്നത്. അത്രയും മഹത്തായിട്ടുള്ള ഒരു പരിപാടി, ഹൃദയസ്പർശിയായ ഒരു ചടങ്ങ്, ആ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചുപോയ ഉടനെ വേദിയിൽ വെള്ളം തളിക്കുക എന്ന് പറഞ്ഞാൽ ആ മനസ്സിന് എന്താണ് പറയേണ്ടത്? കാരണം മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ഉള്ളിലുള്ള വരേണ്യ മനോഭാവമാണ്. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തിന് ശേഷം ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമായെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി. മുരളീധരൻ പറഞ്ഞു. ഇന്നലെ നടന്ന പരിപാടി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വളരെ ഊർജ്ജസ്വലമായിട്ട് ആരംഭിക്കാനുള്ള അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുക. രാജ സമ്മതിച്ചിട്ടുണ്ട്, അല്ലെ യെച്ചൂരി സമ്മതിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ജയിച്ചു പോട്ടാം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജയിച്ചില്ലെങ്കിൽ, വയനാട്ടിൽ നിന്ന് ജയിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ എവിടെ രാഹുൽ ഗാന്ധി ജയിക്കും? പാർലമെന്റിൽ അവർക്ക് ഒരാളുണ്ടാവില്ല രാഹുൽ ഗാന്ധി.